അയ്യോ ഞാൻ പോയേ. അയ്യോ എനിക്കിനി ആരോട്ട്. കണ്ണീരിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ സൂട. എനിക്കറിയാം, പക്ഷെ ഉള്ളിലെ വേദനയിൽ നമ്മൾ ചിരിക്കണം. നെരിപ്പോടാവണം, നെരിപ്പോട് എരിഞ്ഞു തീരുമ്പോഴും പ്രകാശിച്ച്. എന്റെ കാറ് സുഗുണ. രമേശ, ഒരു ഭയങ്കര ശൂന്യത, ജീവിതത്തിലും ഭയങ്കര ശൂന്യത സുഗുണ. എന്റെ ഈ അവസ്ഥ അത് തന്നെടാ. അവിടെ ആ ഒഴിഞ്ഞ കാർ ഷെഡ് കാണുമ്പോ കിളി പറന്നുപോയ കൂട് പോലെ, പൂരം കഴിഞ്ഞ പറമ്പ് പോലെ. ആ പഴയ ചൂളമടി അതെന്റെ നാവിൽ വരുന്നില്ല. നോക്ക്, കണ്ടില്ലേ? വന്നാലും എന്റെ കർണപ്പടങ്ങളിലേക്ക് അത് കേറില്ലടാ. എന്താ രമേശ? എനിക്ക് ഭയങ്കരമായ സംശയം. എന്താണ്? രണ്ട് വീട്ടിലെ സാറന്മാർക്കും കാറ് പോയതിന് വിഷമം കാണുന്നില്ല. അതെന്താണ്? സ്ത്രീകൾ മാത്രം കരയുന്നു, നമ്മളും കരയുന്നു. നായകന്മാർക്ക് റിയാക്ഷൻ കുറവുണ്ട്. എന്റെ മനസ്സിലുണ്ടായ അതേ സംശയം. അവർക്കെന്താണ് വിഷമമില്ലാത്തത്? ദുരൂഹത, ഭയങ്കര ദുരൂഹത. ഇത് വിട്ടുകളയാൻ പാടില്ല, കണ്ടുപിടിക്കണം. ഈ രണ്ട് വീട്ടിൽ ബാക്കി എല്ലാവരും കരയുമ്പോ രണ്ടുപേരും മാത്രം ചിരിക്കുന്നു. അതിന്റെ രഹസ്യം നമുക്കറിയണം. അല്ലേ ചേട്ടാ? എന്താ സൂണ? ഒന്നുമില്ല സാറേ, ആ കാറ് പോയതോടെ മനസ്സിനാകെ ഒരു പ്രയാസം. ഒരു സാധനം കളഞ്ഞു പോയെങ്കിൽ അങ്ങ് പോട്ടെന്ന് പറഞ്ഞ് സമാധാനിക്കാം. നമ്മുടെ അശ്രദ്ധ ഉണ്ടല്ലേ. ഇത് മോട്ടിച്ചോണ്ട് പോലും ധനവും പോയി, സെക്യൂരിറ്റിയും പോയി. ഒരു പൗരൻ എന്ന നിലയ്ക്ക് സ്വന്തം വീടിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇപ്പൊ കള്ളന്മാർക്കല്ലേ കാലം. ശരീരം അനങ്ങാതെ ചോറുണ്ണാൻ ഓരോരുത്തരും ഓരോരോ വഴികൾ കണ്ടുപിടിക്കുന്നു. ഒരു കണക്കിന് ആ കാറുകൾ പോയത് തന്നെ നല്ലതല്ലേ സാറേ? അതെന്താ? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ കൊച്ചി കൊള്ളാൻ. സാറന്മാരെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഭയങ്കര ചെലവുകൾ നല്ല രക്ഷപ്പെട്ട് നിൽക്കണത്. അതുകൊണ്ടല്ലേ സാറിന് വിഷമമൊന്നും ഇല്ലാത്തത്. എന്താ? ഒന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന്. ഞാൻ ഇങ്ങനെയാണ്, വാ ചുമ്മാ ആയിരിക്കൂല. എന്തെങ്കിലുമൊക്കെ അർത്ഥമില്ലാതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അർത്ഥമില്ലാതെ സംസാരിക്കാൻ വന്നാലേ അടിച്ചതിന്റെ അണപ്പല് ഞാൻ താഴെ ഇടും. നോക്ക്, എന്നോട് കളിക്കാൻ വന്നാണ്ടല്ലോ. നീ ആരടാ? സീഡിയോ? ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീണേ. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. പിന്നെ